ഇപ്പൊ യുവതലമുറ കൃഷിയിലേക്ക് ഇറങ്ങില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇറക്കാനാ ഞങ്ങളുടെ ശ്രമം. ഇപ്പൊ ഞങ്ങൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇട്ടിട്ട് കൃഷി തുടങ്ങിയാൽ പോലും ഗവൺമെന്റിന്റെ സപ്പോർട്ടോ ചുറ്റുള്ള ആൾക്കാരുടെ സപ്പോർട്ടോ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾ കേൾക്കുന്നതാണ് കൃഷി നഷ്ടത്തിലാവുന്നു, അതുപോലെ കർഷകർ സൂയിസൈഡ് ചെയ്യുന്നു എന്നൊക്കെയാ കേൾക്കുന്നത്. ഇതുപോലെയൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ജൻസിക്ക് കൃഷിയിലേക്ക് ഇറങ്ങാൻ തോന്നുക? ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ പുള്ളിക്കാരൻ പറഞ്ഞില്ലേ ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്തായാലും ജൻസിക്ക് ചെയ്യാൻ തോന്നില്ല. പുള്ളി പോലെ ആൾക്കാരുണ്ടെന്നോ ഞങ്ങൾ അറിയുന്നില്ല, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു അറിയുന്നില്ല. ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്കൊരു 700 ലിറ്റർ പാലുണ്ട്. പാലച്ചോട് ക്ഷീരസംഘം 55 രൂപ വില തന്ന എൻ്റെ വീട്ടിലൊന്ന് കൊണ്ടുപോകുന്നുണ്ട് പാല്. ബാക്കി വരുന്ന പാല് ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട്, നെയ്യ് ഉണ്ടാക്കുന്നുണ്ട്, നെയ്യ് ഓൺലൈനായിട്ട് ഞാൻ വിൽക്കുന്നുണ്ട്. ഇത് കൂടാതെ ഏത്തപ്പഴം ഡീഹൈഡ്രേറ്റഡ് ബനാന എന്ന് പറഞ്ഞ ഞാൻ വിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മോനൂസ് ബ്രാൻഡ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഗവൺമെന്റ് സപ്പോർട്ട് വരുന്ന എപ്പോഴാണെന്നറിയോ, നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് നമുക്ക് കിട്ടുന്ന ഉത്പാദന ചെലവിന് താഴെയാണ് പോകുന്നതെങ്കിൽ അവിടെ നമ്മൾ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ആ നഷ്ടം ആര് സഹിക്കും? അല്ല, എന്റെ ക്വസ്റ്റ്യൻ ഡോക്ടർ സാറിനോടാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ മാർക്കറ്റിൽ പല സപ്ലിമെന്ററീസ് ഉണ്ട്, ടാബ്ലറ്റ്സ്. ഞങ്ങൾ ഓരോന്നും ഫുഡ് ഐറ്റംസിന് പകരം ഞങ്ങൾ സപ്ലിമെന്ററീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അല്ല അത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇനി ഭാവിയിൽ ഒരു ടേബിളിന്റെ ചുറ്റും ഫുഡ് കഴിക്കുന്ന സിസ്റ്റം മാറി പോയേക്കാം. അപ്പൊ അതിന്റെ ഒരു ദൂഷ്യഫലത്തെ കുറിച്ച് സപ്ലിമെന്റ്സ് കഴിച്ച് നാച്ചുറൽ ഫുഡിന് പകരം സപ്ലിമെന്റ്സ് കഴിക്കുന്നത് ഒട്ടും ശരിയായ രീതിയല്ല. അത് ഇപ്പോഴത്തെ യുവതലമുറയുടെ ഒരു ട്രെൻഡാണ്. അല്ല, അതുവഴി എന്തൊക്കെ അസുഖങ്ങൾ വരുന്നും കൂടി പറഞ്ഞാൽ ഡോക്ടർ കൺസൾട്ടേഷൻ ഫീ തരാതെ അവർ രക്ഷപ്പെട്ടു. ഡോക്ടേഴ്സ് വരെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട്. അത് നിങ്ങൾ നാച്ചുറൽ ഫുഡ് കഴിക്കുന്നില്ല എന്ന് അറിയുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ട്. നിങ്ങൾ വെയിലത്തിറങ്ങാതെ നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആകുന്നു, സപ്ലിമെന്റ് ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം നിങ്ങൾ വീണ്ടും ഓഫീസിലേക്ക് തന്നെ പോകുന്നു, വീണ്ടും കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഡെഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് അയൺ ടാബ്ലറ്റ്സ് തരുവാണ്. കാരണം നിങ്ങൾ അതിനനുസരിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല. നിങ്ങൾ ഫുഡിന് അയൺ ഡെഫിഷ്യൻസി ഇപ്പൊ ഈ വെജിറ്റബിൾസ് ഇതിന് വിഷത്തിന്റെ കാര്യമൊക്കെ അല്ല, ഇതിന്റെ പോയിസണിങ് ഇൻസെക്ടിസൈഡ് അടിക്കുന്നതിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഈ ട്രേസ് എലമെന്റ്സ് എല്ലാം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഈ ഡെഫിഷ്യൻസി ഡിസീസ് വരുന്നത്. അയൺ ഡെഫിഷ്യൻസി ഉണ്ട്, കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ട്, അതെല്ലാം ഈ ഡെഫിഷ്യൻസി. ഇതൊരു കാര്യം കൂടെ പറയണ്ടേ. ഈ കുട്ടി പറഞ്ഞല്ലോ, ജെൻസി കുട്ടികൾ പറഞ്ഞല്ലോ, അതായത് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളൊന്നും ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളത്, കൃഷിയിലേക്ക് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മള് ഇതുപോലത്തെ കുട്ടികളെ നമ്മളെ പാരന്റ്സ് തന്നെ തീരുമാനിക്കണം ഈ കുട്ടികൾക്ക് എന്തിനോടാണ് പാഷൻ എന്നുള്ളത്. ഈ നമ്മളുടെ ഇപ്പോഴത്തെ തലമുറയിൽ എല്ലാ കുട്ടികൾക്കും അവരവരുടേതായ ലൈഫ് സ്കില്ലുകളെല്ലാം ഉണ്ട്. അത് മനസ്സിലാക്കി ഇവരുടെ പാഷൻ മനസ്സിലാക്കി ഇവർക്ക് കൃഷിക്ക് വന്നാൽ താല്പര്യമുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ മറ്റേ അഗ്രികൾച്ചർ ഇതിലേക്കൊക്കെ വിടാനായിട്ട്. മനുഷ്യന് ഫുഡ് കെമിസ്ട്രി പറയുന്നു മനുഷ്യന് എത്ര മൂലകങ്ങൾ വേണം? 37 മൂലകങ്ങൾ വേണം. ഈ 37 മൂലകങ്ങളും മണ്ണിലുണ്ട്. ഈ മണ്ണും മനുഷ്യനും തമ്മിലുള്ള നാഭീനാള ബന്ധത്തിന്റെ പേരാണ് അഗ്രികൾച്ചർ. ഒറ്റ വാക്കേ ഉള്ളൂ. ഞങ്ങൾ NSS വോളണ്ടിയേഴ്സ് ആണ്. അപ്പൊ ഞങ്ങൾ പല സ്ഥലങ്ങളിലായി പല വിധത്തിലുള്ള ചെടികളും മരങ്ങളും നടാറുണ്ട്. അപ്പോൾ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആരോഗ്യ വകുപ്പ് ഈ ഒരു പെസ്റ്റിസൈഡ്സ് പച്ചക്കറികൾ അടിക്കുന്നതിനുള്ള നിയന്ത്രിക്കാനുള്ള എന്ത് നടപടികളാണ് ശരിക്കും എടുക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ഏകദേശം ഇപ്പോൾ 20ഓളം കീടനാശിനികൾ നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ 213ഓളം കീടനാശിനികൾക്ക് നമ്മുടെ രാജ്യത്ത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് അതിന് MRL ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. MRL എന്ന് പറഞ്ഞാൽ മാക്സിമം റെസിഡ്യൂ ലിമിറ്റ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്കിനെ ബേസ് ചെയ്തിട്ടാണ് എത്ര മാത്രം കീടനാശിനികളുടെ അംശം ഫുഡിൽ വന്നാൽ നമ്മളുടെ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കും എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ MRL ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഏതൊരു ഭക്ഷ്യ സാമ്പിളുകൾ പരിശോധനയ്ക്കെടുത്താലും ഈ MRL ലിമിറ്റിന് അപ്പുറമാണെങ്കിൽ അവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. പക്ഷെ നമ്മൾ ഏകദേശം കഴിഞ്ഞ 2 വർഷത്തെ ഒരു 80,000 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 2.8% സാമ്പിളുകളിൽ മാത്രമേ അത്തരത്തിലുള്ള നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സേഫ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിന്റെ ലിസ്റ്റ് എല്ലാ മാസവും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോ മുന്നേ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എത്ര റെസിഡ്യൂ ഉണ്ട് എന്നുള്ളതാണ് രേഖപ്പെടുത്തുന്നത്. ഈ ഒരു അടുത്ത കാലത്തായിട്ട് അതിന്റെ ഒരു ലിമിറ്റിംഗ് ലെവലിന് അതിന് കൂടുതൽ എത്രയാണ് അതാണെന്ന് തോന്നുന്നു ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കും. അദ്ദേഹം പറഞ്ഞു തന്നെയാണ്. അതായത് MRLന് മുകളിലുള്ളതേ ഉള്ളൂ. കാരണം MRL താഴെയുള്ളത് തെറ്റല്ല. നിയമപ്രകാരം ഇത്ര ലെവലിന് മുകളിൽ അദ്ദേഹം പറഞ്ഞു തന്നെയാണ് മാക്സിമം റെസിഡ്യൂ ലിമിറ്റിന് മുകളിലുള്ളത് മാത്രമേ നമുക്ക്
പറയേണ്ട കാര്യമുള്ളൂ. ഒരു കാര്യം കൂടി കാർഷിക സർവകലാശാലയുടെ ഇപ്പോഴത്തെ റിപ്പോർട്ടിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയത്, നേരത്തെ FSSAIയുടെ MRL മാത്രമായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കില്ലാത്ത MRL, അദ്ദേഹം പറഞ്ഞു 340ഓളം കീടനാശിനികളുണ്ട്. അപ്പൊ അതിന് പകരം കോഡെക്സ് MRL, അന്താരാഷ്ട്ര MRL കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്ത് നിലവിൽ പിന്നെ പ്രിസ്ക്രൈബ് ചെയ്യാത്തതിനാണ് കോഡെക്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ ഡോക്ടർ എന്ത് ചെയ്യാം? അല്ല, അപ്പം നമ്മൾ പറഞ്ഞു വന്നതിന്റെ എല്ലാ ഉദ്ദേശം ഒന്ന് മാത്രം, ഏറ്റവും മിനിമം പെസ്റ്റിസൈഡ് യൂസ് ഇവരൊക്കെ പറയുന്ന അനുസരിച്ച് പെസ്റ്റിസൈഡ് യൂസ് വളരെ കുറവാണ്. ഗവൺമെന്റിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ പെസ്റ്റിസൈഡ് യൂസ്, പക്ഷെ ശരിയായ കർഷകർ പറയുന്നത് അത് കുറവാണെന്ന്. പക്ഷെ നമ്മൾ കഴിക്കുന്ന മുഴുവൻ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പുറത്തുനിന്ന് വരുന്ന, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന, പക്ഷെ അവിടെ അവബോധം വളരെ കൂടിയിട്ടുണ്ട്. പഴയത് മാതിരി പെസ്റ്റിസൈഡ്സ് അവിടെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള. അപ്പം എപ്പോഴും നമ്മൾ സ്വന്തമായി കൃഷി ചെയ്ത് സ്വന്തമായി കഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.